മൈഡസ് ടച്ച്. ഈ കഥ മൈഡസ് രാജാവിനെ കുറിച്ചുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഭംഗിയുള്ള രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിലെ രാജാവിന്റെ പേരാണ് കിങ് മൈഡാസ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ വെച്ച് ആ രാജ്യം മുഴുവനും വാങ്ങാമെന്ന് എല്ലാവരും പറയുമായിരുന്നു. ആ സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടേയില്ല. പ്രജകൾ എല്ലാവരും ആ സ്വർണം എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ആശ്ചര്യപ്പെടുമായിരുന്നു. ഇത്രയധികം സ്വർണം രാജാവ് എവിടെയായിരിക്കും വെച്ചിരിക്കുന്നത് എന്നാ നീ വിചാരിക്കുന്നത്? എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ആരെടുത്തും പറയാതെ ഇത്രയും സ്വർണങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക? പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ രാജാവ് തന്റെ സ്വർണത്തെ എപ്പോഴും ഡഞ്ചനിലായിരുന്നു വെച്ചിരുന്നത്. ഓരോ ദിവസവും അവിടേക്ക് പോയി എത്രയധികം സ്വർണങ്ങളുണ്ടെന്ന് എണ്ണി നോക്കുമായിരുന്നു. രാജ്ഞി ഇതെല്ലാം കണ്ട് എപ്പോഴും കളിയാക്കുമായിരുന്നു. എന്താന്ന് ഇത്? ദിവസവും നിങ്ങളുടെ സ്വർണങ്ങളൊക്കെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഒരു നാളത് അലിഞ്ഞു പോവുന്നേ, നോക്കിക്കോ. നീ എപ്പോഴും വെറുതെ കളിയാക്കരുത്. ഇത് എത്രയധികം വിലപിടിപ്പുള്ളതാണെന്ന് നിനക്ക് മനസ്സിലാവില്ല. ഈ ധരിച്ചിരിക്കുന്ന നെക്ലസ് നോക്ക്, എത്രയധികം ഭംഗിയാണ് അല്ലേ? തിളങ്ങുന്നത് കണ്ടില്ലേ? ഇത് വളരെ ഭംഗിയായിട്ടുണ്ട്. എത്ര വില കൊടുത്താലും സന്തോഷം ഇതുകൊണ്ടൊക്കെ തരാൻ പറ്റുമോ? പറയൂ. പക്ഷെ എനിക്ക് ഇതുകൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട്. ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്വർണത്തേക്കാൾ ഭംഗിയുള്ളതൊന്നും ഈ ലോകത്ത് വേറെ ഇല്ല. രാജ്ഞി അതൊന്നും കേട്ടില്ല. കാരണം രാജാവിനെ എതിർത്തിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ദിവസങ്ങൾ പോകുന്തോറും രാജാവിന് സ്വർണത്തോടുള്ള അത്യാഗ്രഹം മൂത്തുകൊണ്ടേയിരുന്നു. രാജാവിന്റെ മകൾ മാരി ഗോൾഡിനെക്കാട്ടിലും ഇഷ്ടം രാജാവിന് സ്വർണത്തോടായിരുന്നു. മാരി ഗോൾഡിനും അവളുടെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി വളരെയധികം രസിച്ച് സന്തോഷിക്കുമായിരുന്നു. എപ്പോഴും അവൾ അവളുടെ അച്ഛന്റെ അരികിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. പപ്പാ, ഇത് എത്ര ഭംഗിയായിട്ടിരിക്കുന്നു നോക്കിക്കേ. ഇന്നത്തെ ദിവസം നന്നായിരിക്കുന്നില്ലേ? പുല്ലുമേലെ ഇരിക്കുന്ന ആ മഞ്ഞുതുള്ളികളെ നോക്കിക്കേ. ഇത് സ്വർണത്തേക്കാൾ ഭംഗിയുള്ളതായി എനിക്ക് തോന്നുന്നില്ല. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. നീ പോയി ഒറ്റയ്ക്ക് കളിച്ചോളൂ. അവളുടെ അമ്മയെ പോലെ മാരി ഗോൾഡിനും സ്വർണം എങ്ങനെയാണ് പൂക്കളേക്കാൾ ഭംഗിയുണ്ടാകുക എന്ന് മനസ്സിലായില്ല. ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. കിങ് മൈഡസ് ദിവസവും സ്വർണത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. സ്വർണങ്ങൾ എണ്ണി എണ്ണി ജീവിതത്തിന്റെ കൂടുതൽ ഭാഗവും അതിനോടൊപ്പം ചെലവഴിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജഭടന്മാർ ഒരു വ്യത്യസ്തനായ മനുഷ്യനെ ആ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം ഒരു സാധാരണ വേഷമായിരുന്നു ധരിച്ചിരുന്നത്. രാജാവ് അദ്ദേഹത്തിന്റെ കാലിൽ ചെരുപ്പില്ല എന്ന കാര്യം ശ്രദ്ധിച്ചിരുന്നു. ആരാണ് ഇദ്ദേഹം? എന്തിനു കൊണ്ടുവന്നു? രാജാവേ, ഇദ്ദേഹം കവലയിൽ ചുറ്റിക്കറങ്ങുന്നത് ഞാൻ കണ്ടു. ഇവർ വഴിതെറ്റി വന്നതാണെന്നും താമസിക്കാൻ സ്ഥലമില്ലെന്നും എന്നോട് പറഞ്ഞു. തീർച്ചയായും ഇദ്ദേഹം പുറത്ത് എവിടുന്നോ നിന്നാ വന്നതാണ്. ഇവിടെ വെച്ച് വഴിതെറ്റിയിരിക്കും. ശരി, ഇദ്ദേഹം ഇവിടെ തന്നെ താമസിക്കട്ടെ. അദ്ദേഹത്തിന്റെ വീട് കണ്ടെത്തുന്നതുവരെ ഇദ്ദേഹം നമ്മളുടെ അതിഥിയാണ്. ദിവസങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന്റെ പേര് സലീനസ് എന്ന് രാജാവിന് മനസ്സിലായി. സലീനസിന് ആവശ്യമുള്ളതെല്ലാം രാജാവ് കൊടുത്തുകൊണ്ടേയിരുന്നു. ആഹാരങ്ങളും വസ്ത്രങ്ങളും, അങ്ങനെ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അദ്ദേഹത്തിനു വേണ്ടി ഒരു വലിയ വിരുന്ന് തന്നെ ഒരുക്കി. സലീനസ് എന്തൊക്കെ ആവശ്യപ്പെട്ടതോ അതെല്ലാം അദ്ദേഹത്തിന് നൽകി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം സലീനസിന്റെ സ്ഥലം കണ്ടെത്തി. സലീനസിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചു. അന്നു രാത്രി രാജാവ് ഡെൻജനിൽ വെച്ച് സ്വർണങ്ങളെല്ലാം എണ്ണുകയായിരുന്നു. പെട്ടെന്ന്, ഓ, എന്താ ഇത്? അത്ഭുതമായിരിക്കുന്നു. ആരാണ് നിങ്ങൾ? ഇവിടേക്ക് എന്തിനാണ് വന്നത്? ഞാൻ ഈ കാടിനെ സംരക്ഷിക്കുന്നവനാണ് മൈഡസ്. എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ സ്വർണം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് വന്നത്? ഈ സ്വർണങ്ങൾ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അതെനിക്ക് ആവശ്യമില്ലാത്തതാണ്. നിന്നോട് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്ത്? എനിക്ക് നന്ദിയോ? എന്തിനു വേണ്ടി? സലീനസ് എന്റെ ആത്മസുഹൃത്താണ്. അവന് നീ നന്നായി പരിചരിച്ചു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് കേട്ട് എനിക്ക് വളരെയധികം സന്തോഷമായി. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയൂ, നിന്റെ ആഗ്രഹങ്ങൾ എന്താണ്?
മൈഡസിന് തന്റെ ചെവികളെ തന്നെ വിശ്വസിക്കാനായില്ല. അവർക്ക് ആവശ്യമുള്ള എന്തു വേണമെങ്കിലും ചോദിക്കാം, പക്ഷെ അവർക്ക് എന്താണ് ആവശ്യമെന്ന് അറിയാമല്ലോ. എനിക്കൊരു കപ്പൽ മുഴുവനും സ്വർണങ്ങൾ വേണം. അല്ല, വീട് മുഴുവനും സ്വർണങ്ങൾ. അത് മതിയാവില്ല. ഒരു മിനിറ്റ് നിൽക്കൂ. എനിക്ക് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയാം. എനിക്കൊരു ഗോൾഡൻ ടച്ച് തരണം നിങ്ങൾ. ഞാൻ ഏതൊരു വസ്തുവിൽ തൊട്ടാലും അത് അപ്പോൾ തന്നെ സ്വർണമായി മാറണം. നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കും. നാളെ രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം നീ എന്ത് തൊട്ടാലും അത് സ്വർണമായി മാറുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം, അതൊരിക്കലും നിനക്ക് സന്തോഷം തരില്ല. സ്വർണങ്ങൾ കൊണ്ട് സന്തോഷത്തെ മേടിക്കാൻ കഴിയില്ല. നിങ്ങളെ പോലെ ഒരാൾക്ക് ഈ സ്വർണത്തിന്റെ വിലയൊന്നും അറിയില്ല. ഞാനാണ് ഈ ലോകത്തിൽ തന്നെ വലിയ പണക്കാരൻ. ഏറ്റവും വലിയ സന്തോഷമുള്ള ആളായി മാറാൻ പോവുകയാണ്. രാജാവിന് അന്ന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അദ്ദേഹം സൂര്യൻ ഉദിക്കുന്നതിനു വേണ്ടി കാത്തിരുന്നു. അങ്ങനെ അവസാനം രാവിലെ സൂര്യൻ ഉദിച്ചു. മൈഡസ് ആ ഗോൾഡൻ ടച്ച് ശരിയാണോന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നു. സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിലിൽ ഉറങ്ങുന്നത് എത്ര ആശ്ചര്യമായ കാര്യമാണ്. ഇത്രയധികം സന്തോഷം ആർക്കും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. മൈഡസ് അതിനുശേഷം ഓരോരോ വസ്തുക്കളായി തൊടാൻ തുടങ്ങി. ഇനി ഞാൻ എന്റെ സ്വർണങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പുറത്തേക്ക് പോയി ഈ കൊട്ടാരം തന്നെ സ്വർണമാക്കി മാറ്റാം. രാജാവ് പോകുന്ന സ്ഥലങ്ങളെല്ലാം തൊട്ടുകൊണ്ടേ പോയിട്ടിരുന്നു. തോട്ടത്തിലേക്ക് പോയി മരങ്ങളും ചെടികളെല്ലാം സ്വർണങ്ങളാക്കി മാറ്റാൻ തുടങ്ങി. ഓ, ഇന്ന് വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ഓടാൻ വയ്യ. ഈ രാജ്യം മുഴുവനും സ്വർണമായി മാറാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഗോൾഡൻ ടച്ചിന്റെ സവിശേഷത കാണിക്കുവാൻ വേണ്ടി ഞാൻ നഗരങ്ങൾ തോറും പോകുന്നത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. പോയി എന്തെങ്കിലും കഴിക്കാം. അവിടെ പഴങ്ങളുണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു, ഇറച്ചിയുണ്ടായിരുന്നു. എല്ലാ വിധത്തിലുള്ള രുചികരമായ ഭക്ഷണവും അവിടെ ഉണ്ടായിരുന്നു. എല്ലാം രാജാവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഓ, വളരെ നല്ല രുചികരമായ ഭക്ഷണം. കാണാൻ തന്നെ എന്ത് രസമാണ്. എന്ത്? അയ്യോ, വെള്ളം എവിടെ പോയി? വളരെയധികം ദാഹിക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മൈഡസ് ഇതെല്ലാം കണ്ട് വളരെയധികം പേടിക്കുവാൻ തുടങ്ങി. രാജാവ് തൊടുന്നതെല്ലാം സ്വർണങ്ങളാകാൻ തുടങ്ങി. അവർ അതെല്ലാം കണ്ട് വളരെയധികം പേടിക്കുവാൻ തുടങ്ങി. ഭക്ഷണമെല്ലാം സ്വർണമായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എന്ത് ഭക്ഷണം കഴിക്കും? വളരെയധികം ദാഹിക്കുന്നുണ്ട്. വെള്ളം കൂടി കുടിക്കാൻ കഴിയുന്നില്ല. എനിക്ക് സ്വർണം കുടിക്കുവാനോ കഴിക്കുവാനോ സാധിക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ രാജാവ് വിശപ്പ് കൊണ്ട് മരിക്കാനോ? രാജാവ് വളരെയധികം ദുഃഖിച്ചു. തനിക്ക് ഉപയോഗമില്ലാത്ത ഭക്ഷണത്തിന് മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ നോക്കിയിരിക്കേണ്ടി വന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ മകൾ പൂന്തോട്ടത്തിൽ നിന്ന് തന്റെ അരികിലേക്ക് ഓടി വന്നത്. രാജാവ് ആലോചിക്കുന്നതിന് മുമ്പ്, എന്താ ഇത്? മാരിഗോൾഡ്! മാരിഗോൾഡ് വളരെയധികം ഭംഗിയുള്ള ഒരു സ്വർണ്ണ ശിലയായി മാറിക്കഴിഞ്ഞു. മനോഹരമാണെങ്കിലും ജീവനുണ്ടായിരുന്നില്ല. അവൾ ശ്വസിച്ചിരുന്നില്ല. അനങ്ങാൻ കഴിഞ്ഞില്ല. മൈഡസ് രാജാവ് തകർന്നു പോയി. അദ്ദേഹത്തിന്റെ ജീവനായ മകൾ ഇപ്പോൾ സംസാരിക്കുന്നില്ല. എല്ലാം പോയി. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. മാരിഗോൾഡ്, ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പാടില്ലാത്തതായിരുന്നു. മാരിഗോൾഡ്, എന്റെ മനോഹരമായ കുട്ടി, എന്തെങ്കിലും പറയൂ എന്നോട്. രാജാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. നേരെ അദ്ദേഹം ഡഞ്ചനിലേക്ക് നടന്നു. സഹായം ചോദിച്ച് കരയാൻ തുടങ്ങി. ഓ, മൈഡസ് രാജാവോ, എന്താ കാര്യമെന്ന് പറയൂ. എന്താ വളരെ ദുഃഖിതനാണെന്ന് തോന്നുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട വരം തന്നത്. ഇനി എന്തെങ്കിലും വരം ആവശ്യമുണ്ടോ? ദൈവമേ, അറിയാതെ സംഭവിച്ചാണ്. എന്നോട് ക്ഷമിക്കൂ. എനിക്ക് ലഭിച്ച വരം കൊണ്ട് എന്റെ മകളെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എല്ലാം സ്വർണമായി മാറിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കത് ഭക്ഷിക്കാൻ കഴിയില്ല. സ്വർണം കൊണ്ടുണ്ടാക്കിയ വെള്ളം ഞാൻ എങ്ങനെ കുടിക്കും? അതിനും കഴിയുന്നില്ല. എന്റെ എല്ലാം എന്റെ മകളാണ്. പക്ഷെ ഇപ്പോ അവളെ കൊണ്ട് സംസാരിക്കാൻ കൂടി കഴിയുന്നില്ല. ഈ സ്വർണങ്ങളെല്ലാം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് അവളുടെ മുഖത്തിലുള്ള ചിരി കാണാൻ കഴിയുന്നില്ല. ഞാൻ അപേക്ഷിക്കുകയാണ്, എന്റെ എല്ലാ സ്വർണങ്ങളും എടുത്തോളൂ.
എല്ലാം തന്നെ എടുത്തോളൂ. പക്ഷെ എന്റെ മകൾ മാരിഗോൾഡിന് മാത്രം തിരിച്ചു തന്നാ മതി. എനിക്കിപ്പോൾ മനസ്സിലായി സ്വർണം കൊണ്ട് സന്തോഷങ്ങളൊന്നും ലഭിക്കില്ല എന്ന്. വളരെ നല്ലത് രാജാവേ. സത്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. സ്വർണം ജീവനില്ലാത്തതാണ്. യഥാർത്ഥ സന്തോഷം സ്നേഹമാണ്. നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്നതാണ് സത്യം. അതിന് മരണമില്ല. സ്നേഹമാണ് എല്ലാം. ഇത് വെച്ചോളൂ. ഇതിൽ വളരെയധികം ശക്തിയുള്ള വെള്ളമുണ്ട്. നീ സ്വർണമാക്കി മാറ്റിയ എല്ലാ വസ്തുക്കളിന്മേലും ഇത് തളിച്ചാൽ മാത്രം മതി. നീ തൊട്ടതെല്ലാം പെട്ടെന്ന് തന്നെ പഴയ രീതിയിലേക്ക് വരും. നന്ദി, നന്ദി ദൈവമേ. ഉടൻ തന്നെ രാജാവ് തന്റെ മകളുടെ അടുത്തേക്ക് ചെന്ന് ആ വെള്ളം അവളുടെ ദേഹത്ത് തളിക്കാൻ തുടങ്ങി. മാരിഗോൾഡ് ശ്വസിക്കാൻ തുടങ്ങി. രാജാവ് പെട്ടെന്ന് തന്നെ അവളെ മാറോട് ചേർത്ത് പിടിച്ചു. പപ്പ, ഇവിടെ എന്താ നടന്നത്? ഒന്നുമില്ല മോളെ, ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കാം. രാജാവ് സ്വർണമാക്കിയ എല്ലാ വസ്തുക്കളുടെ മേലെയും ആ വെള്ളം തെളിക്കാൻ തുടങ്ങി. എല്ലാം പഴയ രൂപം പ്രാപിക്കാൻ തുടങ്ങി. പക്ഷേ രാജാവ് വളരെ ക്ഷീണിതനായി. തന്റെ മകളോടുകൂടി അദ്ദേഹം പൂന്തോട്ടത്തിലേക്ക് പോയി. എല്ലാ ചെടികളുടെ മേലെയും അദ്ദേഹം ആ വെള്ളം തെളിക്കാൻ തുടങ്ങി. എല്ലാം പഴയതുപോലെ തന്നെയായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായി പ്രകൃതിയുടെ ഭംഗി അദ്ദേഹം ആസ്വദിക്കാൻ തുടങ്ങി. മാരിഗോൾഡ്, ഇത് കണ്ടോ? ഈ പൂക്കളെല്ലാം എത്ര മനോഹരമാണല്ലേ? ഇത് വളരെ മനോഹരമായ ദിവസമാണ്. പുല്ലിന്മേലിരിക്കുന്ന ആ മഞ്ഞുതുള്ളി കണ്ടോ നീ? അതെ പപ്പ. എല്ലാം പഴയ സ്ഥിതിയിലായതിനു ശേഷം രാജാവ് തന്റെ കുട്ടിയുടെയും മകളുടെയും ഒപ്പം ഇരുന്ന് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശപ്പടക്കി. ഇതിനു മുമ്പ് അദ്ദേഹം ഇത്രയധികം രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വെള്ളം കുടിച്ച് തന്റെ ദാഹം തീർക്കുകയും ചെയ്തു. രാജ്ഞിയും മകളും അവരെ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഡെഞ്ചനിലുണ്ടായിരുന്ന സ്വർണം അതിനുശേഷം രാജാവ് എണ്ണി നോക്കിയതേയില്ല. തന്റെ കുടുംബത്തോട് അദ്ദേഹം സമയം ചെലവഴിച്ചു. തന്റെ ചുറ്റിലുമുള്ള എല്ലാ വസ്തുക്കളെയും അദ്ദേഹം ആസ്വദിക്കാൻ തുടങ്ങി. അദ്ദേഹം തന്നെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനും സന്തോഷവാനുമായിരുന്നത്.